വെൽക്കം ടു NRI Well. ഏപ്രിൽ 2 മുതൽ തീരുവ യുദ്ധം. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കുമേൽ പരസ്പര താരിഫ് ചുമത്തുമെന്ന അമേരിക്ക. സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ട ട്രംപ് ഭരണകൂടം. ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക അടുത്ത മാസം 2 മുതൽ പരസ്പര തീരുവ ചുമത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കടുത്ത നടപടികൾ എടുത്തതുകൊണ്ട് അനധികൃത കുടിയേറ്റം തടയാനായെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ട്രംപ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ചൈനയും ഇന്ത്യയും അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് മേൽ കൂടുതൽ തീരുവ ചുമത്തുന്നുവെന്ന ആരോപണവുമായാണ് അമേരിക്കൻ പ്രസിഡന്റ് രംഗത്തെത്തിയത്. വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യമായി രാജ്യത്തെ അഭിസംബോധന ചെയ്യവെയായിരുന്നു ട്രംപിന്റെ ആരോപണവും പ്രഖ്യാപനവും. കാനഡ, മെക്സിക്കോ, ചൈന എന്നീ രാജ്യങ്ങൾക്കെതിരെ ചുമത്തിയ തീരുവ അമേരിക്കയ്ക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന് പറഞ്ഞ ട്രംപ് ഏപ്രിൽ 2 മുതൽ മറ്റ് രാജ്യങ്ങൾക്കെതിരെ പരസ്പര തീരുവ നടപടികൾ കൊണ്ടുവരുമെന്നും വ്യക്തമാക്കി. ബൈഡൻ സർക്കാരിന്റെ പാരിസ്ഥിതിക നിയന്ത്രണങ്ങൾ അവസാനിപ്പിച്ചതായും ട്രംപ് പറഞ്ഞു. വൈദ്യുത വാഹനങ്ങൾ നിർബന്ധമാക്കിയ മുൻ സർക്കാരിന്റെ തീരുമാനം തിരുത്തി. ഇതിലൂടെ രാജ്യത്തെ വാഹന വിപണിയിലെ ജോലിക്കാർ, കമ്പനികൾ, സാമ്പത്തിക രംഗം എന്നിവയെ തകർച്ചയിൽ നിന്ന് രക്ഷിച്ചതായും ട്രംപ് പറഞ്ഞു. അമേരിക്കൻ കർഷകർക്കായി പുതിയ വ്യാപാര നയം കൊണ്ടുവരും. ഏപ്രിൽ 2 പ്രാബല്യത്തിൽ വരുന്ന പുതിയ വ്യാപാര നയം കർഷകരെ കൂടി ഉദ്ദേശിച്ചുള്ളതാണെന്നും ട്രംപ് പറഞ്ഞു. ഇത്തരം നിരവധി തീരുമാനങ്ങളാണ് ട്രംപ് ഭരണകൂടം കൈക്കൊള്ളുന്നത്. പാസ്പോർട്ട് നിയമത്തിൽ സുപ്രധാന ഭേദഗതിയുമായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. പ്രവാസികൾക്ക് അവർ താമസിക്കുന്ന രാജ്യത്ത് ഇന്ത്യൻ എംബസി, കോൺസുലേറ്റ് എന്നിവിടങ്ങളിൽ നിന്ന് പാസ്പോർട്ട് പുതുക്കാം. 2023 ഒക്ടോബർ 1 അതിനുശേഷമോ ജനിച്ചവർക്ക് ഇനി പാസ്പോർട്ട് അപേക്ഷയ്ക്ക് ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ഇവരുടെ ജനന തീയതി തെളിയിക്കാൻ മറ്റൊരു രേഖയും സ്വീകാര്യമല്ലെന്നാണ് അറിയിപ്പ്. ജനന തീയതി കൃത്യമായി ഉറപ്പുവരുത്താനും ഏകീകരിക്കാനും രേഖകളിലെ കൃത്യത ഉറപ്പുവരുത്താനും ലക്ഷ്യമിട്ടാണ് നടപടി. ഫെബ്രുവരി 28 മുതൽ പുതിയ വ്യവസ്ഥകൾ നടപ്പാക്കി തുടങ്ങി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന ജനന സർട്ടിഫിക്കറ്റോ 1969 ജനന മരണ രജിസ്ട്രേഷൻ നിയമം അനുസരിച്ച് അധികാരപ്പെടുത്തിയ സംവിധാനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ജനന സർട്ടിഫിക്കറ്റോ മാത്രമായിരിക്കും പാസ്പോർട്ട് അപേക്ഷകൾക്ക് ജനന തീയതി സ്ഥിരീകരിക്കുന്നതിനായി സ്വീകരിക്കുന്നത്. അതേസമയം 2023 ഒക്ടോബർ 1 മുമ്പ് ജനിച്ചവർക്ക് ഈ നിബന്ധന ബാധകമല്ല. ഇവർക്ക് മറ്റു രേഖകളും ജനന തീയതി സ്ഥിരീകരണത്തിന് ഉപയോഗിക്കാം. അംഗീകൃത സ്കൂൾ സർട്ടിഫിക്കറ്റോ, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റോ, SSLC സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവയൊക്കെ ജനന തീയതിക്കുള്ള തെളിവായി അംഗീകരിക്കും. വ്യക്തികളുടെ സ്വകാര്യത ഉറപ്പാക്കാനായി അവരുടെ സ്ഥിര മേൽവിലാസം ഇനി പാസ്പോർട്ടിന്റെ അവസാന പേജിൽ പ്രിന്റ് ചെയ്യില്ല. പകരം ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് പാസ്പോർട്ടിലെ ബാർകോഡ് സ്കാൻ ചെയ്ത് വിലാസം മനസ്സിലാക്കാനാവും. പാസ്പോർട്ടുകളുടെ നിറങ്ങളിലും പുതിയ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. സാധാരണ വ്യക്തികൾക്ക് നിലവിലുള്ള നീല പാസ്പോർട്ടുകൾ തന്നെ തുടർന്നും ലഭിക്കും. നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് ചുവന്ന നിറത്തിലുള്ള പാസ്പോർട്ടുകളും സർക്കാർ പ്രതിനിധികൾക്ക് വെള്ള പാസ്പോർട്ടുകളുമായിരിക്കും നൽകുക. പ്രവാസികൾക്ക് ഇന്ത്യയിൽ കൂടാതെ അവർ താമസിക്കുന്ന രാജ്യത്തെ ഇന്ത്യൻ എംബസി, കോൺസുലേറ്റ് എന്നിവിടങ്ങളിൽ നിന്ന് പാസ്പോർട്ട് പുതുക്കാവുന്നതാണ്. ഇന്ത്യൻ സഞ്ചാരികൾ എത്താത്ത രാജ്യങ്ങളില്ല. അന്താരാഷ്ട്ര വിനോദയാത്രകൾക്കൊപ്പം വിസ ആവശ്യങ്ങളും വർദ്ധിച്ചു വരികയാണ്. പോയ വർഷം ഇന്ത്യക്കാരുടെ ആഗോള യാത്രകളിൽ ശക്തമായ മുന്നേറ്റമാണുണ്ടായത്. വിസാപേക്ഷകളുടെ എണ്ണം വർഷം തോറും 11% വർധന രേഖപ്പെടുത്തിയത്. 2019 അപേക്ഷിച്ച് കോവിഡിനു മുമ്പുള്ള നിലവാരത്തേക്കാൾ 4% മുന്നേറ്റം. ഇന്ത്യക്കാർ ഉലകം ചുറ്റുകയാണ്. കാനഡ, ചൈന, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, നെതർലൻഡ്സ്, സ്വിറ്റ്സർലൻഡ്, സൗദി അറേബ്യ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യുണൈറ്റഡ് കിങ്ഡം തുടങ്ങിയ രാജ്യങ്ങളാണ് ഏറ്റവും പ്രിയപ്പെട്ടതെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. അന്താരാഷ്ട്ര യാത്രയ്ക്കുള്ള ശക്തമായ ആവശ്യം പ്രതിവർഷം മുന്നേറ്റത്തിന്റെ പാതയിലാണ്. ഇത് ഈ വർഷവും നിലനിൽക്കുമെന്ന കാര്യം വ്യക്തമാണ്. അവസാന നിമിഷത്തെ തിരക്കൊഴിവാക്കാനും സുഗമമായ യാത്രാനുഭവം ഉറപ്പാക്കാനും അപേക്ഷകർ ഒരൽപ്പം നേരത്തെ വിസയ്ക്ക് അപേക്ഷിക്കുന്നതാണ് നല്ലതെന്നാണ് VF ഗ്ലോബലിന്റെ ദക്ഷിണേന്ത്യയിലെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ യംനി തൽവാർ സൂചിപ്പിക്കുന്നത്. വിനോദസഞ്ചാരികൾക്ക് ദുബായിയോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരുന്നു. സന്ദർശകരുടെ എണ്ണത്തിൽ റെക്കോർഡ്. ഹോട്ടൽ നിരക്കിലും വൻ വർധന. മുൻകാല റെക്കോർഡുകളും പ്രവചനങ്ങളും തകർത്തുകൊണ്ട് ദുബായിയുടെ ടൂറിസം മേഖല ഒരു ആഗോള പവർഹൗസ് എന്ന നിലയിൽ അതിന്റെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു.
ജനുവരിയിൽ മാത്രം ദുബായിലെത്തിയത് 10.94 ലക്ഷം വിനോദസഞ്ചാരികളാണ്. മുൻവർഷം ഇതേ സമയം 10.77 ലക്ഷം പേരാണ് എത്തിയത്. ജനുവരിയിലെ സന്ദർശകരുടെ എണ്ണത്തിൽ മാത്രം 9% വർധനയുണ്ടായി. ഈ വളർച്ച നഗരത്തിന്റെ പ്രതിരോധശേഷി, തന്ത്രപരമായ നിക്ഷേപങ്ങൾ, മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള യാത്രാ പ്രവണതകൾ മുതലാക്കാനുള്ള കഴിവ് എന്നിവ അടിവരയിടുന്നതായി ടൂറിസം വ്യവസായ വിദഗ്ധർ പറഞ്ഞു. വിനോദസഞ്ചാരം ഇപ്പോൾ അന്താരാഷ്ട്ര സന്ദർശകരുടെ ചെലവിൽ $179.8 ബില്യൺ സംഭാവന നൽകുകയും പ്രാദേശികമായി 7.75 മില്യൺ തൊഴിലവസരങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. സന്ദർശകരുടെ എണ്ണത്തിൽ 2ാം സ്ഥാനത്ത് GCC രാജ്യങ്ങളാണ്. മൊത്തം സഞ്ചാരികളിൽ 3.41 ലക്ഷമാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ളത്. US-ൽ നിന്ന് 1.35 ലക്ഷം പേരും, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് 76,000 പേരും, ഓസ്ട്രേലിയയിൽ നിന്ന് 41,000 പേരും ദുബായ് സന്ദർശിച്ചു. സഞ്ചാരികളുടെ വരവ് കൂടിയതോടെ ദുബായിലെ ഹോട്ടൽ മുറികളുടെ എണ്ണവും കൂടി. ആകെയുള്ള 831 ഹോട്ടലുകളിൽ 35% പഞ്ചനക്ഷത്ര ഹോട്ടലുകളാണ്. ഒരു ദിവസം ഹോട്ടൽ താമസത്തിന് ജനുവരിയിൽ ഈടാക്കിയ ശരാശരി നിരക്ക് 683 ദിർഹമാണ്. ഇടത്തരം ഹോട്ടലുകൾ ഒരു ദിവസത്തെ താമസത്തിന് ഈടാക്കുന്നത് 576 ദിർഹമാണ്. ദുബായിയുടെ ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ കൂടുതൽ വിപുലീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. ധാതു സമ്പത്തിന് പേരുകേട്ട നമീബിയ നിക്ഷേപകരെ ആകർഷിക്കാൻ തയ്യാറെടുക്കുന്നു. ഏപ്രിൽ 1 മുതൽ രാജ്യാന്തര നിക്ഷേപകർക്കും വിനോദസഞ്ചാരികൾക്കും വിസ ഓൺ അറൈവൽ അനുവദിക്കും. വിദേശ മൂലധനം ആകർഷിക്കുന്നതിനുള്ള തന്ത്രത്തിന്റെ ഭാഗമായി ദക്ഷിണാഫ്രിക്കൻ രാജ്യമായ നമീബിയ രാജ്യാന്തര നിക്ഷേപകർക്കും വിനോദസഞ്ചാരികൾക്കും ഏപ്രിൽ 1 മുതൽ വിസ ഓൺ അറൈവൽ നൽകും. ബ്യൂറോക്രാറ്റിക് തടസ്സങ്ങൾ കുറയ്ക്കാനും ബിസിനസ്, വിനോദസഞ്ചാരികൾക്കുള്ള ഒരു പ്രാദേശിക കേന്ദ്രമായി രാജ്യത്തെ സ്ഥാപിക്കാനുമാണ് ശ്രമം. പുനരുപയോഗ ഊർജം, എണ്ണ, വാതകം, വിനോദസഞ്ചാരം എന്നിവയുൾപ്പെടെയുള്ള പ്രധാന മേഖലകൾക്ക് ഇത് ഉത്തേജനം നൽകുമെന്നാണ് പ്രതീക്ഷ. ബ്ലൂംബർഗ് റിപ്പോർട്ട് അനുസരിച്ച് ധാതുസമ്പന്നമായ ദക്ഷിണാഫ്രിക്കൻ രാഷ്ട്രം ഗ്രീൻ ഹൈഡ്രജന്റെ ഉൽപ്പാദനത്തിൽ മുന്നിലാണ്. നൈപുണ്യമില്ലാത്ത സമ്പദ് വ്യവസ്ഥയിലേക്ക് കൂടുതൽ പ്രൊഫഷണലുകളെ ആകർഷിക്കുന്നതിനും ടൂറിസം വ്യവസായം വളർത്തുന്നതിനുമായി രാജ്യത്തിന്റെ വർക്ക് പെർമിറ്റ് ചട്ടങ്ങളിൽ വലിയ മാറ്റങ്ങൾ ദക്ഷിണാഫ്രിക്ക കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചു. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ഇന്ത്യയിലും ചൈനയിലും നിന്നുള്ള സന്ദർശകർക്കുള്ള വിസ നിയമങ്ങളും ലഘൂകരിച്ചിരുന്നു. വിസ ഓൺ അറൈവൽ നടപ്പിലാക്കുന്നതോടെ നമീബിയയിലേക്ക് നിക്ഷേപകരുടെ ഒഴുക്കാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. ഗൾഫ് മേഖലയിലെ ഔദ്യോഗിക വിവരങ്ങളുമായി NRI ഡെസ്ക്. യാത്രാരേഖയായി ഉപയോഗിക്കാവുന്ന വിധത്തിൽ പുതിയ സ്മാർട്ട് കാർഡ് പുറത്തിറക്കി ബഹ്റിൻ. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് പുതിയ സ്മാർട്ട് കാർഡുകൾ. ഇന്ത്യൻ പ്രവാസികൾക്ക് സന്തോഷ വാർത്ത. ഖത്തറിൽ UPI സംവിധാനം പൂർണ്ണതോതിൽ നടപ്പിലാക്കുന്നു. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ഡിജിറ്റൽ പണമിടപാടുകൾ കൂടുതൽ കാര്യക്ഷമമാകും. കുവൈറ്റിൽ സർക്കാർ മേഖലയിൽ നിന്ന് സ്വകാര്യ മേഖലയിലേക്ക് ജോലി മാറാൻ അനുമതി. വിദ്യാഭ്യാസ യോഗ്യത ജോലി മാറ്റത്തിന് തടസ്സമാകില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ദുബായ് ബസ് സ്റ്റേഷനുകളിലും മറൈൻ ട്രാൻസ്പോർട്ട് സ്റ്റേഷനുകളിലും സൗജന്യ വൈഫൈ സേവനം ഏർപ്പെടുത്തി. ഇത്തിസലാത്തുമായി സഹകരിച്ചാണ് RTI വൈഫൈ സേവനം നൽകുന്നത്. പറക്കും ടാക്സികൾ നിർമ്മിക്കുന്നതിനും കയറ്റുമതി ചെയ്യുന്നതിനുമായി സൗദി അറേബ്യ US കമ്പനിയുമായി സഹകരിക്കുന്നു. 2026 അവസാനത്തോടെ വിമാനം പുറത്തിറക്കാനാണ് ലക്ഷ്യം. NRI വേൾഡ് ഡെസ്റ്റിനേഷൻ, ഒരു ലോക സഞ്ചാരം. കുന്നുകയറുന്ന കപ്പലുകൾ. സമുദ്രനിരപ്പിൽ നിന്ന് കുന്നിൻ മുകളിലേക്ക് കയറിപ്പോകുന്ന കപ്പലുകളെ കാണാവുന്ന ഒരു നാടുണ്ട്. കാണാം NRI ഡെസ്റ്റിനേഷൻ.
NRI വേൾഡിൽ അവസാനമായി ഡിഷസ്. പല നാടുകൾ, പല രുചികൾ. ലോകത്തിലെ ഏറ്റവും പ്രചാരമുള്ള തെരുവോര വിഭവമാണല്ലോ സമോസ. ഇതൊരു പേർഷ്യൻ വിഭവമാണെന്നറിയാമോ? എന്താണ് സമോസയുടെ ചരിത്രം?